ഞങ്ങൾ നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളിപ്പോൾ മറ്റേ Airbnb-ന്ന് ചെക്കൗട്ട് ചെയ്തു. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് സ്വലൈ സ്റ്റേഷനിലേക്ക് വന്നേക്കുവാണ്. ഇവിടെ നിന്ന് ഒരു സ്കിപ്പോലെ എന്ന് പറഞ്ഞിട്ടൊരു എയർപോർട്ട് സ്റ്റോപ്പുണ്ട്, അവിടേക്ക് ട്രെയിൻ ബുക്ക് ചെയ്തേക്കുക. ഇവിടെ നിന്ന് ആ എയർപോർട്ട് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ ബസ്സിലാണ് നമ്മുടെ ടുലിപ്പ് ഗാർഡൻസ്, കിന്നൻ ഓഫ് എന്നാണ് അത് ഇവർ പറയണത്, ടുലിപ്പ് ഗാർഡൻസിന്. അപ്പോൾ അവിടത്തേക്കുള്ള ടിക്കറ്റ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തു, ഓൺലൈൻ ബുക്ക് ചെയ്തായിരുന്നു. കാരണം അവിടെ സ്ലോട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 1:30 ടൈമിലാണ് ഞങ്ങൾ അവിടെ ചെല്ലേണ്ടത്. അപ്പോൾ ഞങ്ങളിപ്പോൾ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഇനി അങ്ങോട്ട് ഹെഡ് ചെയ്യും. അവിടെ നിന്ന് പിന്നെ ബസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ബസ് പിടിച്ച് ഇപ്പോൾ കിന്നൻ ഓഫിലേക്ക് ഇറങ്ങും. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ലഗേജസ് ഉണ്ട്. കിന്നൻ ഓഫിൽ നമുക്ക് ലഗേജസ് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ചെറിയ ലഗേജസിന് ഫ്രീ ആണ്, വലിയ ലഗേജിന് കുറച്ച് പേയ്മെൻറ്റ് എന്തോ കൊടുക്കണം. അപ്പോൾ അവിടെ ചെന്നാലേ പേയ്മെൻറ്റ് അറിയുള്ളൂ. അവിടെ സ്റ്റോർ ചെയ്യാൻ ലൊക്കേഷൻ ഉണ്ട്. എന്നിട്ട് പിന്നെ അവിടെ ഒരു 3 hours 4 hours നമുക്കവിടെ എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ എയർപോർട്ട് സ്റ്റേഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ടുലിപ്പ് ഗാർഡൻസിലേക്കുള്ള അല്ലെങ്കിൽ കിന്നൻ ഓഫിലേക്കുള്ള ബാനേഴ്സ് കാണാൻ സാധിക്കും. അത് ഫോളോ ചെയ്ത് പോയാൽ തന്നെ നമുക്ക് ബസ് സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റും. ഫൈനലി നമ്മൾ തുലിപ്സ് ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. തുലിപ്സിന്റെ എൻട്രൻസിൽ തന്നെ വലിയൊരു ബഞ്ച് ഓഫ് തുലിപ്സ് ആണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. കിന്നൻ ഓഫ് ഗാർഡൻ അറിയപ്പെടുന്നത് ഗാർഡൻ ഓഫ് യൂറോപ്പ് എന്നാണ്. അത് വൺ ഓഫ് ദ വേൾഡ് ലാർജസ്റ്റ് ഫ്ലവർ ഗാർഡൻ ആണ്. ടോട്ടൽ ഏതാണ്ട് 79 ഏക്കറിലാണ് ഇത് സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുന്നത്. ഫെസ്റ്റിവൽ ടൈമിൽ ഏതാണ്ട് 7 million ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് കാണാൻ പറ്റും. ഈ ഫ്ലവേഴ്സിന്റെ മനോഹാരിത കണ്ട് ഇതിലൂടെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. കണ്ണിന് കുളിർമ നൽകുന്ന വിവിധതരം വർണ്ണങ്ങളുള്ള പൂക്കളും അതിൻ്റെ സൗരഭ്യവും ചുറ്റും പച്ചപ്പും എല്ലാം കണ്ട് നടക്കുന്നത് ഒരു ഫീലാണ്. ഓഫ് കോഴ്സ് ഇത് തുലിപ്സ് ഫെസ്റ്റിവൽ ടൈമാണ്, തിരക്കാണ്. ബട്ട് ഇതിങ്ങനെ ഏക്കർ കണക്കിന് വ്യാപിച്ചെടുക്കുകയല്ലേ. സോ തിരക്കില്ലാത്ത കുറേ പ്ലേസസ് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളൊരു യൂറോപ്പ് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ഏപ്രിൽ മെയ് സെലക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺസിലൊന്ന് ആംസ്റ്റർഡാമിൽ തുലിപ്സ് പൂക്കുന്നത് അല്ലെങ്കിൽ തുലിപ്സ് ഗാർഡൻ ഓപ്പൺ ആക്കുന്നത് ഏപ്രിൽ മെയ് മാസത്തിലാണ്. ഏപ്രിൽ മിഡ് ടു മെയ് ഒരു പകുതിയോടെയാണ് തുലിപ്സ് പൂക്കുന്നതും അവർ ഈ ഗാർഡൻ ഓപ്പൺ ആക്കുന്നതും. അപ്പം അതാണ് ഞങ്ങൾ ഏപ്രിൽ മെയ് ചൂസ് ചെയ്യാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ. പിന്നെ സ്വിസ്സിലാണെന്നുണ്ടെങ്കിലും പൊതുവേ ഇതൊരു ടൂറിസ്റ്റ് സീസൺ അല്ല, ജൂൺ ജൂലൈ ആണ് ടൂറിസ്റ്റ് സീസൺ. അപ്പം കുറച്ച് കമ്പയർഡ് ടു ബാക്കിയുള്ള മാസം വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ചീപ്പറായിരിക്കും ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ. ഞങ്ങളിത് ഇവിടെ ആംസ്റ്റർഡാമിൽ തുലിപ്സിലെ കൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മൾ പിക്ചറിലൊക്കെ കാണുന്ന പോലെ മറ്റേ വിക്രമിൻ്റെ ഒക്കെ സിനിമയുണ്ടല്ലോ, മറ്റേ കുമാരി എന്ന് പറഞ്ഞ പാട്ട്, അതിനകത്ത് അന്യൻ അതിനകത്ത് ഇങ്ങനെ കുറേ പൂക്കളുടെ ഇടയ്ക്കൂടെ അവള് അപ്പം അയ്യോ സദ്യയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഓടി നടക്കുമ്പോൾ അങ്ങനെ ഒരു ഓടി നടക്കുന്നത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഓടി നടക്കാൻ പാകത്തിന് ഇവരെ എല്ലാം ഇങ്ങനെ ബൗണ്ടറി കീപ്പ് ചെയ്തേക്കുക. പിന്നെ നല്ല തിരക്കാണ്. കമ്പയർഡ് ടു ജിയാത്തൂൺ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് തിരക്ക് കൂടുതലാണ് ടൂറിസ്റ്റുകളുടെ. കാരണം ഈ 2 മാസമാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഓഫ് കോഴ്സ് നല്ല തിരക്കുണ്ട്. പക്ഷെ ഞങ്ങൾ അത്യാവശ്യം രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി അല്ല, പക്ഷെ ഞങ്ങളൊരു 11 മണി 11:30 ഇവിടെ എത്തിയായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് തിരക്കുണ്ടായിരുന്നു, എന്നാലും ഭയങ്കര ഒരു തിരക്കുണ്ടായിരുന്നില്ല. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ തള്ളിക്കയറ്റം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കുറച്ച് സ്ഥലത്ത് ഫോട്ടോസ് എടുക്കാൻ പറ്റി. പൂക്കളുടെ തുലിപ്സിൻ്റെ ഒക്കെ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റി. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ക്യൂ അല്ല എന്താ പറയുക, ഇങ്ങനെ നമ്മൾക്ക് ഇന്ന സ്ഥലത്ത് നമ്മൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ആ സ്ഥലത്തിൻ്റെ അവിടെ തുലിപ്സിൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴത്തേനും ആരെങ്കിലും വേറെ അവിടെ കയറി ഇരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് സമാധാനത്തോടെ എടുക്കാമെന്ന് ഇരിക്കുമ്പോഴത്തേനും ബാക്കിയുള്ളവർ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് നമുക്ക് അയ്യോ നമ്മൾ കാരണം ബാക്കിയുള്ളവരുടെ സമയം വേസ്റ്റ് ആക്കുവാണല്ലോ എന്ന് പറഞ്ഞ് നമുക്കും ഒരു ഇത് ചിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിപ്പോൾ എന്താ തുലിപ്സിലേക്ക് മീൻസ് നമ്മളിപ്പോൾ ആദ്യം വരുമ്പോൾ കുറേ തുലിപ്സ് മാത്രമല്ല കേട്ടോ, ഇവിടെ പല കളറുള്ള തുലിപ്സ് ഉണ്ട്. പിന്നെ വേറെ കുറേ ടൈപ്പ് നമ്മൾ നല്ല ഭംഗിയുള്ള പല കളറിലുള്ള ഫ്ലവേഴ്സുണ്ട്.
അതിൻ്റെ പേരൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഫെമിലിയർ അല്ല പേരൊന്നും. പക്ഷെ നല്ല 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 ബ്യൂട്ടിയുള്ള കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുലിപ്സിൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നല്ല എന്താ പറയുക മരങ്ങളൊക്കെ ഇല പൊഴിഞ്ഞ് നിൽക്കുവാണ്. പയ്യ അങ്ങനെയൊക്കെ കുറേ മരങ്ങളൊക്കെ നമുക്ക് കുറച്ചിങ്ങനെ വാക്കിംഗ് ഇതുള്ള ഒരു ഏരിയ ആണ്. അതിലെ കൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ നടക്കുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാറ്റിൻ്റെ സ്മെല്ല് അയ്യോ രക്ഷയില്ല കേട്ടോ. നല്ല ഞാൻ ആദ്യം വിചാരിച്ചു അത് പെർഫ്യൂം ചെയ്തതിൻ്റെ സ്മെല്ലായിരിക്കുന്നത് ചെയ്തത്. പക്ഷെ അല്ല, കാരണം ഈ ഇതിൻ്റെയൊക്കെ നല്ല കാറ്റിന് നല്ല സ്മെല്ല്, നല്ല നമുക്കൊരു നല്ലൊരു ഫീലാണ് നമുക്കിവിടെ തരുന്നത്. അങ്ങനെ നമുക്ക് പിന്നെ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് നമുക്ക് നടക്കണ വഴിക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയുള്ളത്. ഞങ്ങൾ കയറിയില്ല, നല്ല കത്തിയായിരിക്കും, കയറിയിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ അത്യാവശ്യം കുറച്ച് സ്നാക്സ് കയ്യിലുണ്ട്. എന്താ പറയുക, അങ്ങനെ പ്രകൃതി രമണീയമായ സ്ഥലത്തിലൂടെയുള്ളൊരു യാത്രയാണ്. പിന്നെ നമ്മൾ ഈ തുലിപ്സിലേക്ക് വരുന്ന വഴിക്ക് കുറേ തുലിപ്സ് ഫീൽഡുകളുണ്ട്. ഇങ്ങനെ നീളത്തിൽ ഇപ്പോൾ ഒന്നെങ്കിൽ പച്ച കളർ മാത്രം, അല്ലെങ്കിൽ യെല്ലോ കളർ, റെഡ് കളർ, അങ്ങനെയുള്ള കുറേ ഫീൽഡുകളുണ്ട്. അവിടെ കുറച്ച് തിരക്ക് കുറവുണ്ട്. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്താണ്, അവിടെ നിന്ന് കയറണമെന്ന് വിചാരിച്ചായിരിക്കുന്നത്. അവിടെ തിരക്ക് അങ്ങനെ ആൾക്കാർ അങ്ങനെ അവിടെ കണ്ടില്ല. നമ്മൾ വരുന്ന ബസ് വരുന്ന വഴിക്കാണ് കണ്ടത്. ഓക്കെ, ഇത് കുറേ എവിടെയാണ് എവിടെയാണെന്ന് നമുക്കറിയില്ല. കുറേ സ്ഥലം ഇങ്ങനെ കിടക്കുവാണ്. ഇതിപ്പം ഫുൾ ഇങ്ങനെ ഇത്തിരി ചെറിയൊരു ഫോറസ്റ്റ് അങ്ങനെ ഏരിയ പോലത്തെ ഒരു സ്ഥലമാണ്. തുലിപ്സൊക്കെ കുറച്ചുകൂടെ ഇതിലേക്ക് മാറിയിട്ടാണ് ഇത് ഒരു വാക്കിംഗ് നമുക്ക് നല്ലൊരു ഇതുപോലെ നടക്കുന്നത്. ഒന്ന് അങ്ങോട്ടോ തെറ്റിയ ഒന്ന് ഇങ്ങോട്ടോ തെറ്റിയ വണ്ടി നേരെ കൊക്കയില്ലേ. പാതിരാത്രി 4 ട്രെയിൻ ആരുമില്ല. ഇനി അങ്ങോട്ട് ട്രെയിൻ ക്യാൻസലായി, അബദ്ധം പറ്റി. ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ബുക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്ത് അബദ്ധം പറ്റി. ഇവിടെ വന്നിരിക്കുക. അവരായിട്ട് ക്യാൻസൽ ചെയ്തു. ഫസ്റ്റ് ക്ലാസ്സിൽ ട്രാവൽ കുറെ കാശ് മുടക്കിട്ട് ഞങ്ങൾ പല പല ട്രെയിനുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. രാത്രി ഉറക്കം സീറ്റുണ്ട്, ലൈറ്റുണ്ട്, പക്ഷെ മരിച്ച കാര്യമില്ല. ഞങ്ങൾ രണ്ടുപേരും മറ്റേ ഇംഗ്ലീഷ് മൂവീസ് കണ്ടിട്ടില്ലേ,
ആദ്യ എൻട്രി പ്രയാണല്ല അതിന്റെ ഫസ്റ്റ്